നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 433 ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണി സത്യഭാമാ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമഃ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം 28-ാം അധ്യായം. അതിൽ 64-ാമത്തെ ശ്ലോകമാണ് പറയുന്നത്. ലാസ്റ്റ് ബട്ട് 1. 64-ഉം 65-ആണ് ലാസ്റ്റ് 28-ാമത്തെ അധ്യായത്തിൽ. അപ്പോൾ 64. ഏവം സമാനസോഹംസേന പ്രതിബോധിത സ്വസ്തസ്തദ്വൃഭിചാരേണ നഷ്ടമാപ പുനഃസ്മൃതിം. അതിൽ 1-2 വാക്കുകൾ നമ്മളെ ഇരുത്തി ചിന്തിക്കണതാ. ശ്രദ്ധിക്കുക. ഇപ്രകാരം ഈ മാനസവാസിയായ ഹംസം, ഈ ഹംസം എവിടെയായിരിക്കണത്? മാനസവാസി, മനസ്സിൽ കവിഞ്ഞ് വേറെ ഒന്നുമില്ല ഭാഗവതത്തിൽ. മാനസ സരോവരം മനസ്സാണ്, ഭഗവാൻ ഇരിക്കണത് മനസ്സിലാണ്, ആശയങ്ങൾ വരുന്നത് മനസ്സിലാണ്, നല്ലതും ചീത്തയും ഒക്കെ മനസ്സിലാണ്. പിന്നെയോ ഹംസത്താൽ ബോധിപ്പിക്കപ്പെട്ടവനായിട്ട് ദുഃഖരഹിതനായിട്ട്. ഭാഗവതത്തിലെ ഓരോ ശ്ലോകങ്ങൾ പഠിച്ചാൽ ദുഃഖം വരില്ല. ദുഃഖങ്ങളെ 100% തിരസ്കരിക്കുകയാണ്. അപ്പോൾ ദുഃഖങ്ങളില്ലാതെ കണ്ടിരിക്കണോ? ഭാഗവതം പഠിക്കണം. വായിക്കാൻ പഠിക്കലല്ല, വെറുതെ ആഖ്യാനം വായിച്ച് പഠിക്കൂ, ഹൃദയസ്ഥാക്കുക. പിന്നെ അവൻ്റെ വേർപാട് കൊണ്ട് നാം അവൻ്റെ വേർപാട് കൊണ്ട് നശിച്ചു പോയ സ്മൃതിയെ വീണ്ടും പ്രാപിച്ചു. നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു പിടിക്കാൻ പറ്റും. എങ്ങനെ? ഭാഗവതത്തിൽ ഉള്ള ഉപദേശങ്ങൾ കേട്ട് ജീവിക്കുകയാണെങ്കിൽ. അതിൻ്റെ ഭാവാർത്ഥം ശ്രദ്ധിക്കുക. ഇപ്രകാരം മാനസ സരസിൽ വസിക്കുന്ന ആ ഹംസത്തെ അവിജ്ഞാതൻ എന്നു പേരായ ഹംസം പറഞ്ഞു ബോധിപ്പിച്ചപ്പോൾ, ഈ അവിജ്ഞാതനാണ് ആര്? ഈശ്വരൻ, ചൈതന്യം. ഭർത്തൃവിയോഗ ദുഃഖം തീർന്നു. പിന്നെ എന്താ വേണ്ട? ഐദർ സ്പൗസ് ഇല്ലാത്ത വിഷമം തീരും ഭാഗവതം പഠിച്ച. സ്വസ്ഥനായി, സമാധാനപ്രിയനായി, അവിജ്ഞാതനായ സ്നേഹിതനെ വിട്ടുപിരിയുക നിമിത്തം നശിച്ചു പോയിരുന്ന ആ സ്മൃതിയെ രണ്ടാമതും പ്രാപിച്ചു എന്നാണ്. ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ളൊരു ശ്ലോകമാണത്. എന്നിട്ടോ ശരീരാഭിമാനം നിമിത്തം സ്വരൂപബോധമില്ലാതെ വരും. അതായത് ആത്മാവിനെ അറിയേണ്ടതിന് പകരം ശരീരത്തെ മാനിച്ചാൽ നമ്മൾ നരകത്തിൽ പോയി വീഴും. അപ്പോൾ അതിനാൽ അനന്തയോനികളിൽ ജനിക്കേണ്ടതായും വരും. സുഹൃതവശാൽ മാനുഷജന്മവും സത്സംഗവും അതുനിമിത്തം ഈശ്വരഭക്തിയും ഉണ്ടാകാൻ ഇടവരുമ്പോൾ സംസാര ദുഃഖം നശിച്ച് ജീവൻ മുക്തനായി വരും എന്ന് സാരം. ഇത് ഏത് പേജിലാണ്? 615. ഈ 615 ഈ ഒരു ശ്ലോകം മതി നമ്മളെ രക്ഷിക്കാൻ. 65 അവസാനത്തെ ശ്ലോകം മുതൽ ബർഹിഷ്മന്നേതധ്യാത്മം പാരോക്ഷേണ്യ പ്രദർശിതം യൽ പരോക്ഷപ്രിയോ ദേവോ ഭഗവാൻ വിശ്വഭാവന. അല്ലയോ ബർഹിസേ, ഏതത് അധ്യാത്മം, ഈ അധ്യാത്മതത്വം പരോക്ഷമായിട്ട് പ്രകർഷേണ പറയപ്പെട്ടു. എല്ലാവർക്കും വേണ്ടിയിട്ടാണിത് പറഞ്ഞിട്ടുള്ളത്. എന്തുകൊണ്ടെന്നാൽ
ലോകത്തെ അഭിവൃദ്ധിപ്പെടുത്തുന്ന ക്രീഡാശീലനായ ഈശ്വരൻ പരോക്ഷത്തിൽ ആകുന്നു. ആരെയും അദ്ദേഹത്തിന് വെറുക്കാൻ പറ്റില്ല, വെറുക്കൂല. പക്ഷെ ആരാണ് അദ്ദേഹത്തെ മനസ്സിരുത്തണത്, അദ്ദേഹത്തിനെ സ്വന്തം മനോപദ്മത്തിൽ അല്ലെങ്കിൽ മാനസ സരസിൽ ഹംസമായിട്ട് കാണുന്നത്, അവരൊക്കെ രക്ഷപ്പെടും. അതിൻ്റെ ബാഹ്യാർത്ഥം, ഹേ ബർഹിഷ്മൻ, ആത്മതത്വത്തെ പരോക്ഷ രൂപേണ ഇങ്ങനെ അങ്ങയ്ക്ക് ബോധിപ്പിച്ചു. ബോധമുണ്ട് ഉള്ളിൽ, അതിനെ ഉണർത്തി. പരോക്ഷമായി പറവാൻ കാരണമെന്തെന്നാൽ ലോകാഭിവൃദ്ധിയെ വരുത്തുന്ന സൃഷ്ട്യാദി ലീലകളെ നടത്തുന്ന സർവജ്ഞനും സർവശക്തനുമായ ഭഗവാൻ പരോക്ഷപ്രിയനാകുന്നു. അപ്പോൾ പരോക്ഷപ്രിയനായിരിക്കുന്ന ഭഗവാൻ സർവശക്തനായിട്ട് ഉള്ളിലുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമ്മൾക്ക് ശക്തി കുറയണം? കാരണം അദ്ദേഹത്തിനെ വേണ്ട പോലെ നമ്മൾ സ്വീകരിച്ചിട്ടില്ല. ഗുരുവായൂരിൽ പോയി ക്യൂ നിൽക്കണ്ട. ഈ 1500 രൂപയുടെ 8 വോളിയുള്ള ഭാഗവത ആഖ്യാനം വാങ്ങൂ, വായിക്കാൻ തുടങ്ങൂ. നിങ്ങൾക്കുണ്ടാവുന്ന ഇമ്പ്രൂവ്മെൻറ്റ്, ഡെവലപ്മെൻറ്റ്, കീർത്തി, ശ്രേഷ്ഠത അളക്കാനുള്ള പാത്രം തികയാതെ കൊണ്ടുവരും. അവിടെയാണ് എന്നെ എല്ലാവരും ഭാഗ്യവാൻ എന്നാണ് വിളിക്കുന്നത്. ഞാനതിൽ സന്തോഷിക്കുന്നു. കാരണം എന്താ, 10 ആൾ ഭാഗ്യവാൻ എന്ന് പറഞ്ഞാൽ ഭാഗ്യം നമ്മളെ തേടി വരും ഭാഗവതത്തോടെ. അപ്പോൾ അത് കളയരുത് എന്നുള്ളൊരു ശുഷ്കാന്തി ഉണ്ടാവും. അപ്പോൾ വീട്ടിലെ ഏത് സാഹചര്യമാണെങ്കിലും ശരി, ഒരു മരണ വീട്ടിൽ പോകണോ അല്ലെങ്കിൽ ഒരു വിവാഹത്തിന് പോകണോ, ആഡംബരം ഒക്കെ ഒഴിവാക്കാൻ സാധിക്കും. എല്ലാറ്റിനും പ്രതിവിധി. അന്നന്ന് പിറന്നാൾ കഴിക്കുന്നവരെ, അന്നന്ന് അച്ഛൻ്റെയോ അമ്മയുടെയോ ഭർത്താവിൻ്റെയോ ഭാര്യയുടെയോ ഇനി ഈവൻ കുട്ടികളുടെയോ ഓർമ്മ ദിവസമാണോ, ഈ ഭാഗവതം നമ്മളെ അപ്രൈറ്റായിട്ട് നിൽക്കാൻ സഹായിക്കും. അതുകൊണ്ട് ഭഗവത് പ്രീതിയെ ഉദ്ദേശിച്ചിട്ടാണ് രാജകഥ വ്യാജേന ആത്മതത്വത്തെ പറഞ്ഞത്. ഒരു രാജാവുണ്ടായിരുന്നു എന്ന് പറഞ്ഞ ഒരു കഥ പറയാൻ കാരണം ഈ ആത്മതത്വം എല്ലാവരിലും എത്താൻ വേണ്ടിയിട്ടാണ്. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ ചതുർത്ഥ സ്കന്ധേ മോക്ഷപ്രകരണേ പുരഞ്ജനോപാഖ്യാനേ അർത്ഥകവിനാശാദി നിരൂപണം നാമ 28 സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അടുത്ത അധ്യായത്തിലേക്ക് പോവുക. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥ സ്കന്ധം 29 അധ്യായം. പ്രാചീന ബർഹിരുവാച. ശ്ലോകം 1. ഭഗവംസ്തേ വചോ അസ്മാഭിർന സമ്യഗവഗമ്യതേ കവയസ്തദ്വിജാനന്ദി നവയം കർമ്മമോഹിത. ഒന്നും മോഹിച്ചിട്ട് കർമ്മം ചെയ്യരുത്. കടമകളാണ്, കടപ്പാടുകളാണ് എന്ന് പറഞ്ഞിട്ട് ചെയ്യാം. ജ്ഞാനമൂർത്തേ. ഭഗവാൻ ആരാ? ഭഗവാൻ ജ്ഞാനമൂർത്തിയാണ്. അതിനെങ്ങനെ ഒരു ആർട്ടിസ്റ്റ് മണ്ണുകൊണ്ട് കലും കിണ്ടിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അയാൾക്ക് ഭഗവാന്റെ രൂപം ജ്ഞാനമൂർത്തിനെ ഉണ്ടാക്കാൻ പറ്റില്ല. ജ്ഞാനമൂർത്തി ആരാ? ഞാനും നിങ്ങളൊക്കെ ജ്ഞാനം മൂർത്തീകരിച്ചിട്ടുള്ളവരാണ്. അതിനെ ഒന്ന് പോളിഷ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഭഗവാനെയാണ് ജ്ഞാനമൂർത്തേ എന്ന് വിളിക്കുന്നത്. അങ്ങയുടെ വചനം, വാക്കുകൾ ഞങ്ങളാൽ വിശദമായി അറിയപ്പെടുന്നില്ല. എന്തുകൊണ്ട്? ട്രൈ ചെയ്യണില്ല. ഒരു 3-4 പ്രാവശ്യം വിളിച്ചാൽ നമുക്ക് ഈ അർത്ഥം മാറ്റാം. വിശദമായി അറിയപ്പെടുന്നവൻ എന്നാവും. അപ്പോൾ കവികൾ അതിനെ അറിയുന്നു. കവികൾ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ അർത്ഥം? ഞാൻ മനസ്സിലാക്കിയത് സത്യത്തെ കൂക്കി വിളിച്ച് പറയാൻ കഴിവുള്ളവരെന്നാ. എങ്ങനെ കൂക്കി വിളിക്കണം? ഇതാണ് സത്യം, ഇതാണ് സത്യം, ഇത് തന്നെയാണ് സത്യം എന്ന് പറയാൻ സാധിക്കണം. അവരാണ് കവികൾ.
ഞാൻ കവിയായോ ചോദിച്ചാൽ ഞാനായി. കാരണം എന്താ, ഞാൻ സത്യത്തെ പൂക്കി വിളിക്കുന്നു. പക്ഷേ എനിക്ക് പഞ്ചായത്ത് വായനശാലയുടെയോ വില്ലേജ് വായനശാലയുടെയോ ഡിസ്ട്രിക്ട് ലെവലിലോ സ്റ്റേറ്റ് ലെവലിലോ ഒന്നും എനിക്ക് ആദരവ് വേണ്ട. കാരണം എനിക്ക് ഞാൻ അർഹിക്കുന്നതിനേക്കാൾ എല്ലാം ഭഗവാൻ എനിക്ക് വാരിക്കോരി തന്നിട്ടുണ്ട്. ഐ ആം സോ കണ്ടൻറ്റഡ്. അതാണ് എനിക്ക് എന്താണെന്ന് പറയുക, പരിതാപങ്ങളില്ല, പരിതപിക്കണില്ല ഞാൻ. അതുകൊണ്ട് കർമ്മത്തിൽ മോഹിച്ചവരായ ഞങ്ങൾ നന്നായി അറിയുന്നില്ല. അപ്പോൾ ആരാണ് കർമ്മത്തിൽ എന്താണെന്ന് പറയുക, അതെ, കർമ്മത്തിൽ മോഹിച്ചിട്ടുള്ളവർ നന്നായി അറിയുന്നില്ല. ക്ഷേത്രങ്ങളിൽ ക്യൂ നിന്ന് തൊഴുന്നവരാണ് കർമ്മജ്ഞന്മാർ. അവരവരുടെ വീട്ടിൽ പൂമുഖത്ത് പൂജാമുറിയിൽ ബെഡ്റൂമിലായിക്കോട്ടെ ഒരു വിളക്ക് വയ്ക്കൂ, സാധിക്കിച്ച ചമ്പ്രം പണഞ്ഞിരിക്കൂ, വേണ്ട ചാരി ഇരുന്നോളൂ, കാല് നീട്ടിയിരുന്നോളൂ, ഒരു കുഴപ്പമില്ല. കൃഷ്ണ 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 ജപിച്ചു നോക്കൂ. നമ്മൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. പ്രശ്നങ്ങളെ ഹരിക്കുന്നവനാണ് ഹരി. ഹരിയുടെ പേരാണ് കൃഷ്ണൻ. നമ്മൾ തൊടാൻ സമ്മതിക്കില്ല പ്രശ്നങ്ങളെ. നമ്മൾ പ്രശ്നങ്ങളിൽ വീണാലും ഈ മധുരപലഹാരങ്ങളൊക്കെ കയ്യിൽ സോക്സ് ഇട്ടിട്ട് എടുക്കുക, വെച്ചാൽ കയ്യിൽ ഒരു ഉറ ഇട്ടിട്ട് എടുക്കുക. അതേപോലെ നമ്മളെ നാരായണൻ എന്നുള്ള 4 അക്ഷരം പൊതിഞ്ഞിട്ടുണ്ടാവും, ഒരു പോറിൽ സംഭവിക്കില്ല എന്നാണ് പറയുക. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം കേൾക്കുക. രാജകഥാരൂപേണ ആത്മതത്വത്തെ പറഞ്ഞതാണെന്ന് ശ്രീ നാരദമുനി അരുളി ചെയ്തതിനെ കേട്ട പ്രാചീന ബർഹിസ് സംശയം മുഴുവനും തീർക്കുവാനുള്ള താല്പര്യത്തോടുകൂടി മുനിയോട് ചോദിക്കുന്നു, ഹേ ഭഗവൻ, അങ്ങ് അരുളി ചെയ്തതിൻ്റെ സാരം മുഴുവനും വേണ്ടതുപോലെ അറിവാനുള്ള ശക്തി ഞങ്ങൾക്കില്ല. പിന്നെ വിചാരകുശലന്മാരായ വിവേകികൾ, വിചാരകുശലന്മാരെന്ന് മാത്രം പറഞ്ഞാൽ മതിയോ, പോരാ, വിവേകികൾ, അറിവും ബോധവും ഉള്ളവരെ മാത്രമേ അറിയുകയുള്ളൂ. അപ്പോൾ അവരായിത്തീരും. ഒരു 3-4 പ്രാവശ്യം ഈ ആഖ്യാനം വായിച്ചിട്ടുണ്ടെങ്കിൽ. ഞങ്ങളാകട്ടെ കർമ്മത്തിൽ നിരന്തരം ഭ്രമിച്ചിരിക്കുന്നവരാകയാൽ ജ്ഞാനത്തിൽ പൂർണ്ണ അധികാരികളായിട്ടില്ല. അപ്പോൾ ഈ പൂർണ്ണ അധികാരികൾ ആരാ? കർമ്മത്തിൽ വിശ്വസിക്കാതെ കണ്ട് കടമകളിലും കടപ്പാടുകളിലും വിശ്വസിക്കാൻ തുടങ്ങിയാൽ പെട്ടെന്ന് നിങ്ങളുടെ ബ്രാക്കറ്റ് മാറി. ആരാണെന്ന് വിളിക്കുക? പൂർണ്ണാധികാരിമാർ. അപ്പോൾ പൂർണ്ണത്തിൽ നിന്ന് പൂർണ്ണമെടുത്താൽ അവശേഷിക്കുന്നതും പൂർണ്ണം എന്നാണ് ശാന്തി മന്ത്രത്തിൽ. അതേപോലെ എൻ്റെ ഗുരുനാഥൻ അദ്ദേഹത്തിൻ്റെ പൂർണ്ണത എനിക്ക് തന്നു. ഞാൻ അതിനെ തലനാരഴയ്ക്ക് ചുതി വരാതെ കണ്ട് കാത്തു സൂക്ഷിച്ചിട്ട് നിങ്ങൾക്ക് പ്രദാനം ചെയ്യണം. നിങ്ങൾ അതേപോലെ അതിനെ സ്വീകരിച്ചു നോക്കൂ. നിങ്ങൾ വിൽ ബി, എന്താണെന്നാ പറയുക, വിൽ ബി ദി ഹാപ്പിയസ്റ്റ്. നോട്ട് ഓൺലി ദാറ്റ്, നിങ്ങൾ താമസം വിനാ കയ്യിൽ വന്നതിനെ മറ്റുള്ളവർക്ക് കൊടുക്കും. ഫ്രീ ആയിട്ട് ചോദിച്ച് ഇവിടെ വരും, അത് കൊണ്ടുപോയിക്കോളൂ എന്ന് പറയും നിങ്ങൾ. കാരണം എന്താ, ഇത് കയ്യിലിരിക്കും തോറും ചിന്താമണി എന്ന് പറയുന്ന മാതിരി കൂടി വരും. അറിവ് കൂടി വരുമ്പോൾ നമുക്കതിനൊരു ഔട്ട്ലെറ്റ് വേണം. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ യൂട്യൂബ് തുടങ്ങിയെന്ന് വരും, അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കാനുള്ള ത്രാണി നിങ്ങൾക്കുണ്ടാവും. ഇതൊന്നുമില്ലെങ്കിൽ നമ്മുടെ ഈ ജന്മം കൊണ്ട് തന്നെ മുമുക്ഷത്വം പ്രാപിക്കാൻ സാധിച്ചു എന്ന് വരും. അത് വലിയൊരു കാര്യമല്ലേ? അപ്പോൾ പറഞ്ഞു, അതിനാൽ ഗൗരവമേറിയുടെ അങ്ങയുടെ ഉപദേശത്തിൽ അടങ്ങിയ സാരത്തെ സ്പഷ്ടമായി വ്യാഖ്യാനിപ്പാൻ കരുണയുണ്ടാകണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തൊക്കെ വാക്കുകൾ ഒബ്ജക്റ്റീവ്സായിട്ട് കഴിഞ്ഞ അധ്യായത്തിലുണ്ടോ അതൊക്കെ ഈ 29-ാം അധ്യായത്തിൽ വരും. നാരദ ഉവാച, 2-ാമത്തെ ശ്ലോകം പറയണു. പുരുഷം പുരഞ്ജനം വിദ്യാത് യദ്വ്യനക്ത്യാത്മനപുരം ഏകത്രിതി ചതുഷ്പാദം ബഹുപാദം അപാദകം.
യാതൊന്നു ഹേതുവായിട്ട് ആത്മാവിന് 1, 2, 3, 4 കാലുകളുള്ളതും ധർമ്മത്തിനാണ് പറഞ്ഞതേ. 1 കാല്, 2 കാല്, 3 കാല്, 4 കാല്. അപ്പോൾ ആദ്യത്തെ യുഗത്തിൽ, കൃതയുഗത്തിൽ 4 കാലുണ്ട്. എന്തിന്? ധർമ്മത്തിന്. അത് ത്രേതായുഗത്തിൽ വരുമ്പോഴേക്കും 3 കാലായി. അത് കഴിഞ്ഞിട്ട് ശ്രീകൃഷ്ണൻ്റെ ദ്വാപരയുഗം വന്നപ്പോഴോ 2 കാലായി. കലികാലം വന്നപ്പോഴോ 1 കാലായി. സത്യം മാത്രം. ആ സത്യത്തിനെയാണ് എടുത്ത് വിലസേണ്ടത് നമ്മൾ. ആ സത്യം എന്താ? ഈശ്വരൻ ഏകൻ. പഠിപ്പുള്ളവരെ പ്രമാദത്തോടുകൂടി പലതായിട്ട് പറയണമെന്ന് മാത്രം. അപ്പം നമ്മളെന്ത് വേണം? പഠിപ്പുണ്ടായിട്ട് നാനാത്വത്തിൽ ഏകത്വം കണ്ട് അഭിനന്ദിക്കാൻ സാധിച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടു. അത്രേ ഉള്ളൂ, വേറെ ഒന്നും വേണ്ട. അപ്പോൾ അനേകം കാലുകളുള്ളതും പാദങ്ങളില്ലാത്തതുമായ വാസസ്ഥാനത്തെ വ്യക്തമാക്കുന്നു. ഏതാ വാസസ്ഥാനം? നമ്മുടെ ഹൃദയം. അത് ഹേതുവായിട്ട് പുരഞ്ജനനെ ജീവൻ എന്നറിയണം. ഈ പുരഞ്ജനൻ എന്ന് പറയുന്നത് ആരാണ്? ജീവനാണ്. ഓക്കെ. അപ്പോൾ എൻ്റെ പേരും പുരഞ്ജനൻ, നിങ്ങളെല്ലാവരും പുരഞ്ജനന്മാരും പുരഞ്ജനിമാരും. അപ്പോൾ നാരദൻ പറയുന്നു, അതാത് ശ്ലോകങ്ങളിൽ ആത്മതത്വരൂപമായ അർത്ഥം പറഞ്ഞതിനെ തന്നെ ഈ അധ്യായത്തിൽ നാരദ മുനി പറഞ്ഞ അർത്ഥത്തിൻ്റെ ഒബ്ജക്റ്റീവിസം എന്താണെന്ന് ഊന്നി 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 പറയുന്നു. പുരഞ്ജനൻ എന്നുള്ള ശബ്ദത്താൽ ജീവതത്വത്തെ സൂചിപ്പിച്ചു. ജന്മാന്തര കർമ്മങ്ങളെ അനുസരിച്ച് 1, 2, 3, 4 അനേകങ്ങളോ കാലുകളുള്ളതും കാലുകളൊന്നുമില്ലാതെ ഇരിക്കുന്നതുമായ ശരീരമാകുന്ന വാസസ്ഥാനത്തെ ആശ്രയിക്കുന്നത് ജീവസ്വഭാവമാകയാൽ പുരഞ്ജനൻ എന്ന നാമം കൽപ്പിച്ചതാകുന്നു എന്ന് പറഞ്ഞു. 3-ാമത്തെ ശ്ലോകം. യോ അവിജ്ഞാത അഹൃതസ്തസ്യ പുരുഷസ്യ സകേശ്വര എന്ന വിജ്ഞായതേ പുംഭിർ നാമഭിർവാ ക്രിയാഗുണൈഃ. യാതൊരുവൻ അവിജ്ഞാതൻ എന്ന് പറയപ്പെട്ടു. ആ പുരുഷൻ്റെ അവിജ്ഞാതൻ എന്ന് പറയപ്പെട്ടു. ആ പുരുഷൻ്റെ സഖാവായത് ഈശ്വരൻ. ഈശ്വരനാണ് നമ്മുടെ സഖാവ്, കോമ്രേഡ്. പ്രത്യേകം മനസ്സിലാക്കണം, ഇതൊരു യൂണിവേഴ്സൽ ട്രൂത്താണ്. പക്ഷേ അതൊരു പ്രത്യേക പാർട്ടിയുടെ അല്ല. ഇവിടെ ഹ്യൂമാനിറ്റി എന്നുള്ള പാർട്ടിയിൽ ആരൊക്കെ മെമ്പേഴ്സാണോ അവരൊക്കെ പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റും സെക്രട്ടറിമാരും ജോയിൻറ്റ് സെക്രട്ടറിമാരും ട്രഷറേഴ്സുമാണ്. അപ്പോൾ ആർക്ക് എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട്. നമ്മൾക്കൊക്കെ ഓരോ പുരഞ്ജനന്മാർക്കും ഓരോ നാമധേയത്തോടു കൂടി അറിയപ്പെടുന്ന നമ്മളിൽ ഓരോരുത്തർക്കും ഭാഗവത തത്വങ്ങളെ ഉയർത്തിപ്പിടിക്കാനുള്ള കടമയും കടപ്പാടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? നാമങ്ങൾ കൊണ്ടോ ക്രിയാഗുണങ്ങൾ കൊണ്ടോ പുരുഷന്മാരാൽ അറിയപ്പെടുന്നില്ല. കാരണം അദ്ദേഹം നാമരൂപ വിവർജിതനാണ് ഭഗവാൻ. അപ്പം നാമരൂപങ്ങളെ തിരസ്കരിച്ച് സത്താമാത്രനായിരിക്കുന്ന ചൈതന്യത്തെ അനുഭവിക്കാം. അതായി തീരാം, ചൈതന്യമായിട്ട് തീരാം. അപ്പം അതിൻ്റെ ഭാവാർത്ഥ പറഞ്ഞത്, ജീവൻ്റെ സഖാവായ ഈശ്വരനെ അവിജ്ഞാതൻ എന്ന ശബ്ദത്താൽ സൂചിപ്പിച്ചു. കാരണം ജീവന്മാർക്ക് ഈശ്വരൻ്റെ ക്രിയകളെയോ ഗുണങ്ങളെയോ നാമങ്ങളെയോ അറിവാൻ കഴിയുകയില്ല. അതിനാൽ അറിയപ്പെടാത്തവൻ എന്നർത്ഥമായ അവിജ്ഞാത ശബ്ദം ഈശ്വരന് കൽപ്പിച്ചു. എല്ലാ ജീവജാലങ്ങളിലും അവിജ്ഞാതമുണ്ട്, അവരറിയണില്ല എന്ന് മാത്രം. അറിയണവരൊക്കെ രക്ഷപ്പെട്ടു. അപ്പോൾ നമ്മൾ അറിയപ്പെടാൻ ഇൻഡസ്ട്രിയസ് മൈൻഡ് ഉണ്ടാവണം നമ്മൾക്ക്. 4-ാമത്തെ ശ്ലോകം പറയണു, യഥാ ജിഗൃക്ഷൻ പുരുഷ കാശ്മേന പ്രകൃതേ ഗുണാൻ നവദ്വാരം ദിഹസ്താംഘ്രീം തത്ര മനുദസാബ്ദിതി. പുരുഷൻ
പ്രകൃതിയുടെ ഗുണങ്ങളെ എപ്പോൾ മുഴുവനും ഗ്രഹിപ്പാനുള്ളവനായോ, എല്ലാം മനസ്സിലാക്കിയവനായോ, അപ്പോൾ 9 ദ്വാരങ്ങളും 2 കൈകളും കാലുകളുമുള്ളതിനെ പ്രവേശിച്ചു. അതിൽ സാധുവെന്ന് വിചാരിച്ചു. സാധു, മിടുക്കൻ, വിഖ്യാതൻ, സാധു എന്ന് പറഞ്ഞു, പിച്ചക്കാരനല്ല. അതിൻ്റെ ഭാവാർത്ഥാണ് ഇനി പറയുന്നത്. എങ്ങനെ? ജീവന് പ്രകൃതി ഗുണങ്ങളെ സമസ്തമായി അനുഭവിപ്പാൻ ആഗ്രഹം ജനിച്ചപ്പോൾ 9 ദ്വാരങ്ങളും 2 കൈകളും കാലുകളുമുള്ള മനുഷ്യനായിട്ട്, സ്ത്രീ പുരുഷന്മാരല്ല, ആരായിട്ടാണെങ്കിലും ആവാം, മനുഷ്യദേഹം ലഭിച്ചു. അതിൽ സർവ വിഷയങ്ങളെയും വേണ്ടതുപോലെ സ്വീകരിപ്പാൻ സൗകര്യമുണ്ടെന്ന് വിചാരിക്കുകയും ചെയ്തു. അതാണ് സത്യം. 5-ാമത്തെ ശ്ലോകം. ബുദ്ധിം തു പ്രമദാം വിദ്യാന്മമാഹം ഇതി യത്കൃതം യാമധിഷ്ഠായ ദേഹേ അസ്മിൻ പുമാൻ ഭുക്തേ അക്ഷഭിർഗുണാൻ. സ്ത്രീയെ ആകട്ടെ ബുദ്ധി എന്നറിയണം. അതാണ് സ്ത്രീ ആണ് ബുദ്ധി എന്ന് പറഞ്ഞാൽ, സാധാരണ ജീവിതത്തിൽ സ്ത്രീയുടെ വാക്ക് കേട്ടാൽ നമ്മൾ നശിക്കും. അതേ സ്ത്രീ പരാവിദ്യ ആത്മവിദ്യ ആയാലോ നേരായി. അപ്പോൾ യാതൊന്നിനാൽ ചെയ്യപ്പെട്ടതാകുന്നു എൻ്റേത് ഞാനെന്ന് സ്ത്രീകൾ ആണ്. നമുക്കെന്തെങ്കിലും വേണ്ടേ? അച്ഛനമ്മമാർ ഇത്ര കാലം ജീവിച്ചില്ലേ, നമ്മൾ ജീവിക്കാൻ തുടങ്ങണല്ലേ ഉള്ളൂ എന്നൊക്കെ പറയവർ. അത് മുഴുവൻ ആണുങ്ങൾ കേൾക്കരുത്. കാരണം എന്താ? എങ്ങനെ ആയാലാണ് സ്വാർത്ഥതയില്ലാതെ കണ്ട് പ്രീതികരമായിട്ട് ജീവിക്കുക എന്നുള്ള വിവേക ബുദ്ധി പുരുഷന് വേണം. അപ്പോൾ സ്ത്രീനെ സ്നേഹിക്കണം, സ്ത്രീനെ ആദരിക്കണം, അനുമോദിക്കണം ഒക്കെ വേണം. പക്ഷേ മുഴുവൻ കേൾക്കാൻ പാടില്ല. പരാവിദ്യ ആണെങ്കിലോ കേൾക്കും ചെയ്യാം. ഈശ്വരീയമായ കാര്യങ്ങളാണ് അവർ പറയാൻ തുടങ്ങിയത്, ഈശ്വരോപദേശമാണ് അതിൻ്റെ പിന്നിലുള്ളത് എന്ന് പറഞ്ഞാലോ നിങ്ങൾക്ക് ഈവൻ അവരെ നമസ്കരിക്കാം. ഞാനിത് കേൾക്കുന്നവരൊക്കെ നമസ്കരിക്കുന്നുണ്ട്. കാരണം എന്താ? അവർക്ക് ഇത് ഹൃദ്യസ്ഥമാവുന്നുണ്ട് എന്നുള്ളത് കുറക്കെ എനിക്കറിയാം. എല്ലാവരുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. അപ്പോൾ എൻ്റേത് ഞാനെന്ന് ഏതൊന്നിനെ ആശ്രയിച്ചിട്ട് ഈ ദേഹത്തിൽ പുരുഷൻ ഇന്ദ്രിയങ്ങളെ കൊണ്ട് ഗുണങ്ങളെ ഭുജിക്കുന്നു. ഇന്ദ്രിയങ്ങളെ കൊണ്ട് പ്രകൃതിയുടെ ഗുണങ്ങളെ ഭുജിക്കുന്നത് ആണ് ഇവിടെ സ്ത്രീ സേവ എന്ന് പറഞ്ഞത്. ആ സ്ത്രീ ഒരു സ്വാമിനിയായിട്ട് വേദവാക്കുകളെ ഉദ്ധരിച്ചും കൊണ്ട് പുരുഷനെ അഡ്വൈസ് ചെയ്യുകയാണെങ്കിലോ നമ്മൾ രക്ഷപ്പെട്ടു. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം പ്രമദ ശബ്ദത്താൽ, പ്രമദ എന്നാണ്, മത, ആ മതം എന്നുള്ള വാക്കുകളുടെ മത, പ്രമത്ത, പ്രമദ വിശേഷപ്പെട്ടതെന്നർത്ഥം. പ്രമദ ശബ്ദത്താൽ ബുദ്ധിയെ സൂചിപ്പിച്ചതായി അറിയുക. അതിനെ ആശ്രയിച്ചതുകൊണ്ട് ജീവൻ ശരീരത്തെ ഞാനെന്നും ഭാര്യാപുത്രാദി ശരീരങ്ങളെ എൻ്റേതെന്നും അഭിമാനിക്കുകയും. ഈ ഒരു ശ്ലോകമാണ് ഏത്? 618 3 ഏഷണകൾ. ഏതാ 3 ഏഷണകൾ? പുത്രേഷണ, ധാരേഷണ, അർത്ഥേഷണ. അപ്പോൾ ആ സ്ത്രീയുടെ ഈ 3 ഉപദേശം ഇല്ലാണ്ട് ഈ പ്രകൃതി ഗുണങ്ങൾക്ക് അതീതമായിരിക്കുന്ന ഈശ്വരൻ്റെ ഉത്തമ ഉപദേശങ്ങളെ ഉൾക്കൊള്ളുന്ന ശ്രുതികളാണ് പറഞ്ഞു തന്നു വെച്ചാലോ രക്ഷപ്പെട്ടു. അപ്പോൾ ഇന്ദ്രിയങ്ങളിൽ കൂടി ശബ്ദസ്പർശാദി പ്രകൃതി ഗുണങ്ങളെ അനുഭവിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞു. അത് തൽക്കാലത്തെ ഗുണം ഉള്ളൂ, അത് കഴിഞ്ഞാൽ ഗുണമില്ല.
ഈ ശരീരം നശിക്കും. അപ്പോഴും നമ്മൾ തളരരുത്. അപ്പോൾ അച്യുതായ നമഃ, ആനന്ദായ നമഃ, ഗോവിന്ദായ നമഃ, ഗോപാലായ നമഃ, അമൃതായ നമഃ ഒക്കെ ഇങ്ങനെ വരണം. ആറാമത്തെ ശ്ലോകം. സഖായ ഇന്ദ്രിയഗണാജ്ഞാനം കർമ്മജയൽ കൃതം സംഖ്യാസ്തദ്വൃത്തയ പ്രാണ പഞ്ചവൃത്തിര്യധോരക. സഖാക്കൾ ഇന്ദ്രിയ സമൂഹങ്ങളാണ്. കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും. ജ്ഞാനവും കർമ്മവും യാതൊന്നിനാൽ ചെയ്യപ്പെടുന്നു? സഖികൾ അവയുടെ പ്രവർത്തികൾ. സഖാക്കളാണ് ഇവരെ, മറ്റവർ സഖികളാണ്. സർപ്പം ആണ് 5 വീതം വ്യാപാരമുള്ള പ്രാണൻ. പ്രാണൻ, അപാനൻ, വ്യാനൻ, ഉദാനൻ, സമാനൻ. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം വരുന്നത് എങ്ങനെയാണ്? സഖാക്കൾ എന്ന ഇന്ദ്രിയ സമൂഹങ്ങളെ പറഞ്ഞു. അവയാൽ വസ്തുജ്ഞാനവും പ്രവൃത്തിയും ജീവനുണ്ടാകുന്നു. സഖികൾ എന്ന ഇന്ദ്രിയ വൃത്തികളെയും സർപ്പം എന്ന് 5 വിധത്തിൽ വ്യാപരിക്കുന്ന പ്രാണനെയുമാണ് പറയണത് എന്ന് പറഞ്ഞു. ഇതൊരു സയൻറ്റിഫിക്കലി പ്രൂവൺ സബ്ജക്റ്റാണ്. സയൻറ്റിഫിക്കലി പ്രൂവണാണ്. സയൻസും ഒക്കെ, മാത്തമാറ്റിക്സും സോഷ്യൽ സ്റ്റഡിയും ഒക്കെ തന്നെയാണ്. ഏഴാമത്തെ ശ്ലോകം നോക്കിക്കോളൂ. ബൃഹത് ബലം മനോവിദ്യാത് ഉഭയേന്ദ്രിയനായകം പഞ്ചാല പഞ്ചവിഷയായൻ മധ്യേ നവഘംപുരം. 2 വിധം ഇന്ദ്രിയങ്ങളുടെ നായകനായിട്ടും മഹാസൈന്യത്തോടും കൂടിയത് മനസ്സ് എന്നറിയണം. അതായത് കർമ്മം ചെയ്യുന്നതും ജ്ഞാനം അനുഭവിക്കുന്നതും. പഞ്ചാലങ്ങൾ 5 വിഷയങ്ങൾ, യാതൊന്നിൻ്റെ നടുവിൽ 9 ദ്വാരങ്ങളോട് കൂടിയ രാജധാനിയാണ് ഈ ശരീരം എന്ന് പറഞ്ഞത്. അപ്പോൾ രാജധാനി എന്ന് പറയുന്ന ഈ ശരീരം, അതിൽ രാജാവായിട്ട് ആത്മാവ് അല്ലെങ്കിൽ ജീവൻ, ആ ആത്മാവിൻ്റെ ഐക്യമാണ് സമാധി. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം എങ്ങനെയാണ് വരുന്നത്? ബൃഹത് ബലം എന്ന ശബ്ദത്താൽ ജ്ഞാനേന്ദ്രിയങ്ങളെയും കർമ്മേന്ദ്രിയങ്ങളെയും അതാത് വിഷയങ്ങളിൽ പ്രവർത്തിപ്പിക്കുന്ന മനസ്സിനെ സൂചിപ്പിച്ചു. ശബ്ദസ്പർശാദി പഞ്ചവിഷയങ്ങളെ പഞ്ചാലദേശങ്ങൾ എന്ന ശബ്ദത്താൽ കാണിച്ചു. അതിൻ്റെ നടുവിലുള്ള പുരം എന്ന ശബ്ദം ശരീരത്തെയും കാണിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഭാഗവത സപ്താഹത്തിൽ എന്തൊക്കെ പറയണം അതൊക്കെ പറഞ്ഞ് കേൾക്കണില്ലല്ലോ. എന്താ കാരണം? പേടി. ഇത് തൊട്ടാ ഷോക്കടിക്കുമോ എന്നൊരു പേടി. തല കീറിയപ്പൻ വായ കീറിയിട്ടുണ്ടാവും എന്നുള്ള ബോധം വേണം. എനിക്കത് ശരിക്കും മനസ്സിലായിട്ടുണ്ട്. ഭൂമിയിലേക്ക് നമ്മൾ തല ആയിട്ടാണ് വരിക. അല്പം ചിലർ മാത്രമേ കാലായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ പ്രസവം കൊണ്ട് തന്നെ ഭയപ്പെടുത്തുന്ന ഒരു അന്തരീക്ഷമാണ് കാലായിട്ട് വരുന്നവർ. അപ്പോൾ തലയായിട്ട് വരുന്നവരെ പ്രത്യേകിച്ചും തല കീറിയപ്പൻ വായ കീറിയിട്ടുണ്ടാവും എന്നുള്ളൊരു ബോധം നമ്മൾക്ക് വേണം. നമ്മുടെ കഴിവ് കൊണ്ടല്ല കാര്യങ്ങൾ നടക്കുന്നത്. ഈശ്വര സാന്നിധ്യത്തിലേ നമ്മൾക്ക് കഴിവുള്ളൂ. ഇല്ലെങ്കിൽ എന്ത് കഴിവുള്ളത്? അപ്പോൾ എട്ടാമത്തെ ശ്ലോകം പറയുന്നു. അക്ഷിണീനാസികേ കർണോ മുഖം ശിഷ്ണഗുദാവിധി ദേദാരോ ബഹിര്യാദി യസ്തൽ ഇന്ദ്രിയ സംയുത. 2 കണ്ണ്, 2 മൂക്ക്, 2 ചെവി, 2 കാല്, 2 കൈ ഒക്കെ ഇരണ്ട. ആ പറഞ്ഞതൊക്കെ പറഞ്ഞ ശൈലേ. അപ്പോൾ 2 കണ്ണുകൾ, നാസിക, 2 നാസാദ്വാരങ്ങൾ, 2 കർണങ്ങൾ, മുഖം, ജനനേന്ദ്രിയവും മലദ്വാരവും, ഇങ്ങനെ ഈ 2 ദ്വാരങ്ങൾ യാതൊരുവൻ അതിലെ ഇന്ദ്രിയങ്ങളോടുകൂടിയവനായിട്ട് പുറത്ത് സഞ്ചരിക്കുന്നു. ഈ ഇന്ദ്രിയങ്ങൾ പുറത്തേ സഞ്ചരിക്കുള്ളൂ. കാണണ്ടെന്ന് വിചാരിക്കണതേ കാണും, കേൾക്കണ്ടെന്ന് വിചാരിക്കണതേ കേൾക്കും, പറയണ്ടെന്ന് പറഞ്ഞതിനെ പറയും, എത്തണ്ടെന്നുള്ള സ്ഥലത്ത് എത്തും,
ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യങ്ങൾ കൈകൾ ചെയ്യും. അതിനൊക്കെ പോസിറ്റിവിറ്റിയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അകക്കണ്ണ് തുറക്കണം, മനസ്സാകുന്ന കണ്ണ് തുറക്കണം, ബാഹ്യമായിട്ടുള്ളതിനൊക്കെ തിരസ്കരിക്കാൻ സാധിക്കണം. ആന്തരിക പ്രതിഭാസങ്ങളെ അത്ഭുതത്തോടു കൂടി കണ്ട വിസ്മയ പരതന്ത്രനാവണം. വിസ്മയ പരതന്ത്രൻ, ആശ്ചര്യം ജനിക്കണം. നമ്മുടെ ബോഡി ഇതിൻ്റെ ഉള്ളിൽ ഈശ്വരൻ ഇരിക്കണു എന്നൊന്ന് ഒരു 3 പ്രാവശ്യം ഒരു 10 നേരം ഒരു ദിവസം ഒന്ന് പ്രാക്ടീസ് ചെയ്യൂ. കാശ് എത്ര ലാഭമുണ്ടോ? എന്താ ലാഭം? അജ്ഞാനമായി വഴിപാടുകൾ ചെയ്യില്ല. ആ കാശ് ആർക്കെങ്കിലും ഒരു വർഷം ഒരു 3-4 ആഖ്യാനം, ഭാഗവത ആഖ്യാനമുള്ളവർ സ്വന്തം കസിൻസിനോ ഭാര്യ ഭർത്താവിനും ഭർത്താവ് ഭാര്യയ്ക്കും വാങ്ങി കൊടുത്തു നോക്കൂ, കുട്ടികൾക്കും കൊടുത്തു നോക്കൂ. കുട്ടികളിത് വായിക്കണമെന്ന് നിഷ്കർഷിച്ചു നോക്കൂ. തൽക്കാലം TV ഓഫ് ചെയ്തിട്ട് ഭാര്യയും ഭർത്താവും കൂടിയിട്ട് ഈ ആഖ്യാനം ഒന്ന് വായിക്കാൻ തുടങ്ങി നോക്കൂ. കുട്ടികൾ ഫോണൊക്കെ ഒരു ഭാഗത്ത് വെച്ചിട്ട് ഇത് വായിക്കാൻ തുടങ്ങും. വായിച്ചു കഴിഞ്ഞാലത്തെ സ്ഥിതി എന്താ? ആനന്ദം, പരമാനന്ദം, സച്ചിദാനന്ദം, ചിന്മയാനന്ദം. ദർ ഇസ് നോട്ട് ഡൗട്ട് അറ്റ് ആൾ. അത് ഞാൻ പറയാൻ കാരണം മനസ്സിലായില്ലേ? അപ്പോൾ കണ്ണുകളെ, നാസികാദ്വാരങ്ങളെ, കർണദ്വാരങ്ങളെ, ഇങ്ങനെ ഈ 2 ദ്വാരങ്ങൾ ഉള്ള 3 ഇന്ദ്രിയങ്ങളിൽ കൂടെ 6 ദ്വാരങ്ങളും മുഖം ശിഷ്ണം ഗുദം എന്ന 3 ദ്വാരങ്ങളും കൂടെ 9 ദ്വാരങ്ങൾ, അതാത് ദ്വാരങ്ങളിലുള്ള ഇന്ദ്രിയങ്ങളോടുകൂടെ ജീവൻ പുറമേ സഞ്ചരിച്ച് വിഷയസുഖത്തെ വിഷയസുഖത്തെയാണ് ഭുജിക്കുന്നത്. അതാണ് തെറ്റ്. കുറച്ചൊക്കെ ആവാം അർഹമായിട്ടുള്ളത്. അതിനാണ് ഈ വിവാഹം. എല്ലാറ്റിലും ഒരു ലിമിറ്റ് വയ്ക്കാൻ സാധിക്കണം. പ്രത്യേകിച്ച് ഞാനൊരു ഷുഗർ കംപ്ലൈൻറ്റ് അനുഭവിച്ച ഒരാളാണ്. ഇപ്പം ഞാൻ അനുഭവിക്കണില്ല. കാരണം എന്താ? ഞാൻ ടോട്ടലി എൻ്റെ ഫുഡ് ഹാബിറ്റ് മാറ്റി. ധാരാളം ചെറുധാന്യങ്ങൾ വാങ്ങി നേരെയാക്കി ചീഞ്ചട്ടിയിലിട്ട് വറുത്ത് അത് പൊടിപ്പിച്ച് കൊണ്ടുവരും. എന്നിട്ട് കാലത്തും നേരത്തും അതൊരു കഞ്ഞി. എന്താ ടേസ്റ്റ്! പമ്പ കടന്നു ആരെ? ഷുഗർ. അപ്പോൾ എല്ലാറ്റിനും പ്രതിവിധിയുണ്ട്. പക്ഷേ നമ്മൾ ശ്രമിക്കാതിരിക്കരുത്. അവിടെ നിർത്താം. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്നും ലോകാ സമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന എന്നും സ്മരിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.